മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ. അടൂർ MLA ആണ് അദ്ദേഹം. അടൂരിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് എല്ലാ ദിവസവും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പതിവ് തെറ്റിക്കുന്നില്ല. ഇന്നും അദ്ദേഹം അടൂരിൽ നിന്നുമുള്ള യാത്ര ആരംഭിക്കാനുള്ള തിരക്കിലാണ്. രണ്ടു തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ആത്മവിശ്വാസത്തിലാണ് ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിന് ചിറ്റയം ഗോപകുമാർ ഇറങ്ങിയിരിക്കുന്നത്. പതിവ് തെറ്റിക്കുന്നില്ല. അതിരാവിലെ തന്നെയാണ് അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം തന്നെ നമ്മോട് പറയും. ഇന്നിപ്പോ മണ്ഡലത്തിലെ സ്വീകരണങ്ങളാണ്. ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ സ്വീകരണം ഇപ്പോ ആരംഭിച്ചു. കുട്ടനാട് നിന്നാണ് ആരംഭിച്ചത്. കുട്ടനാട് സ്വീകരണം കഴിഞ്ഞു. ചങ്ങനാശ്ശേരി, മാവേലിക്കര, ഇന്നലെ ചെങ്ങന്നൂരായിരുന്നു. ഇന്ന് കുന്നത്തൂർ മണ്ഡലത്തിലാണ് സ്വീകരണം. രാവിലെ 7 മണിക്ക് തന്നെ മൺട്രോത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വൈകുന്നേരത്ത് സ്വീകരണ പരിപാടി സമാപിക്കും. നാളെ പത്തനാപുരം, മറ്റന്നാൾ കുട്ടാലക്കലോട് 1ാം ഘട്ടം സ്വീകരണ പരിപാടി കഴിയും. കാണുന്ന നേരത്തെല്ലാം പുഞ്ചിരിക്കും മുഖമാണേ, നന്മയുടെ നിറകുടമാണേ നമ്മുടെ ഗോപകുമാർ. നമ്മുടെ എല്ലാം സോദരനായി ധീരസഖാവായി വന്നിവിടെ അരിവാൾ നിൽക്കതൊരു ചിഹ്നവുമായി ചിറ്റയം ഗോപകുമാർ. നെഞ്ചോരം നീയുണ്ടേ, കണ്ണോരം നീയുണ്ടേ, ആശിച്ചതൊക്കെയും തന്നോനല്ലേ. നീയല്ലാതില്ലൊരു പേര്, നീ തന്നെ ജയിക്കണം. ഒട്ടേകാം നമ്മൾക്കൊന്നായി നമ്മുടെ സ്വന്തം വീരസഖാവിന് അരിവാൾ നിൽക്കത് തന്നെ ചിഹ്നം മറന്നു പോകരുത്. സാരഥിയായി വന്നു ഗോപകുമാർ, ഒട്ടുകൾ നൽകാം വിജയിപ്പിക്കാം നമ്മുടെ സാരഥിയെ. LDF സാരഥിയായി വന്നു ഗോപകുമാർ, ഒട്ടുകൾ നൽകാം വിജയിപ്പിക്കാം നമ്മുടെ സാരഥിയെ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, വോട്ടിടതു പക്ഷത്തിന് പൊന്നരിവാളും പൊന്നരിവാൾ നെൽക്കതിരിനാണ്. രാവിലെ മൺട്രോത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ യാത്രക്കാരായ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചു. അതിനുശേഷം തൊട്ടടുത്ത ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം. ശേഷം ഇന്നത്തെ ആദ്യ സ്വീകരണ യോഗമായ ശൂരനാട് സ്വീകരണ യോഗം ആരംഭിച്ചിരിക്കുന്നു. നേരിന്റെ നായകനാണ്, നേതാവായി ജയിച്ചവനാണ്, നമ്മൾ തൻ സ്വപ്നങ്ങൾക്ക് കൂടെ നിന്നവനാ. നാം എല്ലാം ഓർക്കേണം, വോട്ടായി മാറ്റേണം, നല്ലൊരു നാളെയെ വരവേൽക്കണം. മറ്റാരും നൽകാത്ത വികസന മാറ്റങ്ങൾ ഇനി വേണം ഒന്നൊന്നായി. മാവേലിക്കര മണ്ഡലമാകെ LDF തന്നെ വേണം ഇനി ഭരിച്ചിടാൻ. LDF സാരഥിയായി വന്നു ഗോപകുമാർ, ഒട്ടുകൾ നൽകാം വിജയിപ്പിക്കാം നമ്മുടെ സാരഥിയെ. വിശാലമായ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഓരോ മുക്കുമൂലയിലെത്താൻ വലിയ പ്രയാസമാണുള്ളത്. പക്ഷേ ചിറ്റയം ഗോപകുമാർ ആത്മവിശ്വാസത്തോടുകൂടി യാത്ര തുടരുകയാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന ആത്മവിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ അദ്ദേഹം യാത്രക്കിടയിൽ പങ്കുവെക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷമായി ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ട അസംബ്ലി മണ്ഡലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു പദ്ധതിയും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കുട്ടനാട് പാക്കേജ്, അതൊന്നുമേ ആയിട്ടില്ല. മൂന്നാമത് ഈ അസംബ്ലി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ അവിടെ യാതൊരു വികസനം ഉണ്ടായിട്ടില്ല. അങ്ങനെ എടുത്തു പറയുന്ന ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ അവർക്കൊരു ജനപ്രതിനിധി ഉണ്ട് എന്നുള്ള ഫീലിങ്സ് ഉണ്ടായില്ല എന്നുള്ളത് വിമർശനമായിട്ട്.
പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും. മറ്റൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഫാസിസം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടന പോലും സംരക്ഷിക്കേണ്ട ബാധ്യത വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും നിലനിൽക്കുന്ന ശക്തമായ ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെന്റിലുണ്ടാണ്. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഈ എല്ലാ സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. എന്നും ഈ ചെങ്കൊടി വാനിൽ പാറിയിടട്ടെ, നേടാം ഇനി നേടാം നമ്മുടെ സ്വപ്നങ്ങൾ നന്നായി പാടാം, ഇനി പാടാം ചെങ്കൊടി ഗീതം നമുക്കൊന്നായി. ധീര വീര നിന്നെ മറക്കില്ല ഞങ്ങളൊരു നാളുമേ, ആശിച്ചതൊക്കെയും നേടുമീ നാട് നായകൻ നീയാവുകേ. ധീര ധീര നിന്നെ മറക്കില്ല ഞങ്ങളൊരു നാളുമേ, ചിത്രയം ഗോപകുമാർ. വളരെ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. UDF-നേക്കാൾ മുന്നേ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിന് ഓരോ ഭാഗത്തേക്കും, പത്തനാപുരം മുതൽ കുട്ടനാട് വരെ നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഓരോ ഭാഗത്തേക്കും പോകുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? ജനങ്ങൾക്ക് നല്ല പ്രതികരണമാണ്. കാരണം ഞാൻ ഇപ്പോ 4 പ്രാവശ്യമായിട്ട് ഈ മണ്ഡലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയമായി വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരും രാഷ്ട്രീയമില്ലാത്ത ആളുകളും ഒക്കെ തന്നെ അവരുടെ പ്രതികരണം ശരിക്കും പറഞ്ഞാൽ അനുകൂലമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരൊക്കെ ഒരു പുതിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു എക്സ്പ്രഷനിലൂടെ നമുക്ക് ബോധ്യമാവുന്നുണ്ട്. എന്തൊക്കെ വികസന പ്രശ്നങ്ങളാണ്, എന്ത് വാഗ്ദാനങ്ങളാണ് ഇത്തവണ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ? ഞാനങ്ങനെ പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും സമഗ്രമായ വികസനമാണ്. അതായത് ഒരു ജനപ്രതിനിധി എന്ത് എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ജനപ്രതിനിധി, അല്ലാതെ ജനപ്രതിനിധിയുടെ ഇഷ്ടമനുസരിച്ച് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ പാർലമെന്റിലേക്ക് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. നേരത്തെ പല പ്രാവശ്യം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പേര് വന്നിട്ടുണ്ട്, ഡെമ്മി ആയിട്ടുണ്ട്, പല പ്രാവശ്യം ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 8 വർഷമായ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ MLA പ്രവർത്തിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അവ നിർവഹിക്കുന്നതിന് പരമാവധി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിക്കുകയും അതാത് മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നന്മയുടെ നിറകുടമാണേ നമ്മുടെ ഗോപകുമാർ, നമ്മുടെ എല്ലാം സോദരനായി ധീരസഖാവായി വന്നിവിടെ, അരിവാൾ നിൽക്കതിർ ചിഹ്നവുമായി ചിറ്റയം ഗോപകുമാർ. നെഞ്ചോരം നീയുണ്ടേ, കണ്ണാരം നീയുണ്ടേ, ആശിച്ചതൊക്കെയും തന്നോനെ. ചിറ്റയം ഗോപകുമാറിന്റെ 1ാം ഘട്ട സ്വീകരണ പരിപാടികളാണ് മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഓരോ ജംഗ്ഷനുകളിൽ നിന്ന് ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹത്തിന്റെ യാത്ര. വോട്ടു നൽകേണേ അരിവാൾ കതിരിൽ, ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ സ്വീകരണ പരിപാടികളാണ് കാണുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി നിങ്ങൾ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെ സ്വീകരണ യോഗങ്ങളിലാണ്. എങ്ങനെയുണ്ട് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു പ്രതികരണം? നല്ല പ്രതികരണമാണ്. ഈ കൊടും ചൂടിലും ഈ നട്ടുച്ച സമയത്തും സ്ത്രീകളടക്കം പ്രായം ചെന്ന ആളുകളടക്കം ഏറെ നേരം കാത്തു നിന്ന് ആവേശത്തോടെയാണ് അവർ സ്വീകരിച്ചത്. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ്, ഓറഞ്ച്, അതുപോലെ തന്നെ മോരും വെള്ളം, പിന്നെ ചൂടുവെള്ളം, അവർക്കും കൂടുതൽ വെള്ളം കൂടുതലായിട്ട് കഴിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വേഷം അഴുക്കുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം മാറേണ്ടി വരും. അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള യാത്രയ്ക്ക് വീണ്ടും ഒരു ഷർട്ടും മുണ്ടും മാറേണ്ടി വരും. സാരഥിയായി വന്നു ഗോപകുമാർ, ഒട്ടുകൾ നൽകാം വിജയിപ്പിക്കാം.